നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആട്ടിൻതോലിട്ടിട്ട് വന്നാലും ചെന്നായ തന്നെയാ. അത് അതിന്റെ സ്വഭാവം പുറത്ത് കാണിച്ചിരിക്കും. കാര്യം സാധിക്കാൻ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു ആഭാസനാണ് ഈ മാന്യത ചമഞ്ഞു നിൽക്കുന്ന ജഗനെന്ന് ഞാനിവിടെ എല്ലാവരോടും വിളിച്ചു പറയട്ടെ. ഫോൺ അടിച്ചോണ്ടിരിക്കുക, ഞാൻ എടുക്കാം. എല്ലാരും കൂടെ എന്നെ കൊല്ലൂല. അങ്ങോട്ട് മാറിക്ക്, മാറ്. മാറി നിൽക്കാൻ. ഹലോ മോളെ, എന്താ വന്നേ? ഇത്രയും നാളെ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കാത്തയാള് ഇപ്പൊ സ്നേഹം നടിച്ച് കേറി വരാൻ എന്താ കാരണം? അത് പിന്നെ എന്റെ സഹോദരി താമസിക്കുന്ന വീട്ടിൽ കയറി വരാൻ എനിക്ക് പ്രത്യേകിച്ച് കാരണം വല്ലതും വേണോ? ഞാൻ ഹരിതയെ കാണാൻ വന്നതാ. കൊള്ളാം, ഇത് ഞാൻ വിശ്വസിക്കണോ അല്ലേ? മനോജ് ഹരിതയെ വീട്ടിലേക്ക് വിളിച്ചിറക്കി കൊണ്ടുവന്നിട്ട് കാലം കുറയായി. അന്നൊന്നും ഈ ആങ്ങളെ കണ്ടിട്ടില്ലല്ലോ. അത് ആരായാലും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ? സ്വന്തം കൂടപ്പുറപ്പ് ജോലിയും കൂലിയും ഒന്നും ഇല്ലാത്ത ഒരാളുടെ കൂടെ ഇറങ്ങി പോകുമ്പോ അയാളെ പെട്ടെന്നൊന്നും അംഗീകരിച്ചൊന്നും വരില്ല. ഇപ്പൊ എന്താ, പെങ്ങളെ ഇറക്കിക്കൊണ്ട് പോയി സ്വയംവരം നടത്തിയ പയ്യന് കളക്ടർ ഉദ്യോഗം കിട്ടിയോ? അതോ ലോട്ടറി അടിച്ചോ? അല്ല, ഈ മനോപരിവർത്തനത്തിന്റെ കാര്യം മനസ്സിലായില്ല. അല്ല, കാലം മാറിയപ്പോ എല്ലാം ക്ഷമിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. ഏതായാലും വന്ദന പറഞ്ഞതുപോലെ കൂടപ്പുറപ്പല്ലേ. മാനസാന്തരം സംഭവിച്ച പല കൊട്ടേഷൻ ഗുണ്ടകളും മാനസാന്തരം സംഭവിച്ച പലരും മഹാന്മാരായ കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അത് നിങ്ങളുടെ കാര്യത്തിൽ ഒരിക്കലും സംഭവിക്കില്ല. നിങ്ങൾക്ക് കൊല്ലും കൊലയ്ക്ക് ഒരു പാഷനാ. വന്ദന എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. വന്ദന ഉദ്ദേശിക്കുന്ന പോലെ ഒരാളല്ല ഞാൻ. ഓ, ഒരു മാന്യൻ. ആട്ടിൻതോലിട്ടിട്ട് വന്നാലും ചെന്നായ തന്നെയാ. അത് അതിന്റെ സ്വഭാവം പുറത്ത് കാണിച്ചിരിക്കും. കാര്യം സാധിക്കാൻ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു ആഭാസനാണ് ഈ മാന്യത ചമഞ്ഞു നിൽക്കുന്ന ജഗനെന്ന് ഞാനിവിടെ എല്ലാവരോടും വിളിച്ചു പറയട്ടെ. മതി, ഒരു കാര്യം അറിഞ്ഞ കൊള്ളായിരുന്നു. ഇത് പാരയുടെ കൊട്ടേഷനെ ഏറ്റുപിടിച്ച പുതിയ വേഷം കിട്ടി ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഇങ്ങനെ താറടിക്കാൻ മാത്രം എന്ത് തെറ്റാ ഞാൻ വന്ദനോട് ചെയ്തിട്ടുള്ളത്? അതെന്താണെന്ന് പറഞ്ഞാലല്ലേ എന്റെ നിരപരാധിത്വം എനിക്ക് ബോധ്യപ്പെടുത്താൻ പറ്റൂ. നിരപരാധിത്വം എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ സാധുവായി അഭിനയിക്കാൻ എങ്ങനെ കഴിയുന്നു? നാണമില്ലേ നിങ്ങൾക്ക്? വന്ദനയ്ക്ക് എന്നെ തല്ലെങ്കിൽ തല്ലിക്കൂ. അങ്ങനെ ചെയ്യാത്ത തെറ്റിന്റെ പാപക്കറ എന്നിൽ നിന്നൊന്ന് ഒഴിഞ്ഞു പൊക്കോട്ടെ. തല്ലിക്കൂ. ദേഹത്ത് തൊട്ട് ആ പാപക്കറ കൂടി ഏറ്റുവാങ്ങാൻ വന്ദനയെ കിട്ടില്ല. വന്ദനമ്മ എന്തിനാ അങ്ങളിന് വഴക്കുറയുന്നത്? അങ്കിള് പാവല്ലേ? ഇപ്പോൾ വന്ദനമ്മയോട് ചോദിച്ചാൽ എനിക്ക് വഴക്ക് കിട്ടും. പിന്നെ എന്നെ കുറിച്ച് മറ്റെന്തേലും വിചാരം ഉണ്ടെങ്കിൽ അത് മുളയിലെ അങ്ങ് നുള്ളിയേക്ക്. ഇതെന്റെ അവസാനത്തെ വാണിങ്ങാ. എന്റെ പിറകെ ഇനി നടന്ന് ശല്യം ചെയ്ത ഹരിതയോട് ഞാൻ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയും. അയ്യോ, ഹരിതയോടൊന്നും പറഞ്ഞേക്കരുത്. എന്നെ നാണം കെടുത്തരുത് പ്ലീസ്. പോടൂ. അല്ല വന്ദന, എന്താ ഹരിതയുടെ ഏട്ടന്റെ ജോലി?
രാഷ്ട്രീയത്തില് അച്ഛന്റെ വലങ്കയായി പ്രവർത്തിക്കുന്നു. അപ്പോ പ്രത്യേകിച്ച് ജോലിയും കൂലിയും ഒന്നുമില്ലാന്നർത്ഥം. പക്ഷെ രാഷ്ട്രീയത്തില് ജഗൻചേട്ടന് ഒരു ഭാവിയുണ്ട്. എന്താ ചേച്ചി? പല പ്രാവശ്യമായിട്ട് ഹരിതയുടെ ഏട്ടനെ ഞാൻ ബസ്സിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ഒന്നല്ല, പല തവണ. ആണോ? ചേട്ടൻ അങ്ങനെയൊന്നുമില്ല. ബസ്സിലും ഓട്ടോയിലും സൈക്കിളിലും ഒക്കെ പോവും. അതായിരിക്കാം. പക്ഷേ ഹരിതയുടെ ചേട്ടൻ ഏതോ ഒരു പെണ്ണിന്റെ പിറകെ ചുറ്റിക്കറങ്ങാം. അത് വന്ദനേച്ചിക്ക് തോന്നിയതാ. കോളേജിൽ പഠിക്കുമ്പോഴും ഏട്ടന്റെ പിറകെ ധാരാളം പെൺകുട്ടികള് പ്രേമം, സ്നേഹം, ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു ചെന്നിട്ടുണ്ട്. അതിനെയൊക്കെ ഇഗ്നോറും ചെയ്തിട്ടുണ്ട്. എന്തിന്? രാഷ്ട്രീയത്തിലെ വലിയ നേതാവ് വിശ്വംഭരൻ സാറിന്റെ മകൾക്ക് ചേട്ടനോട് വലിയ ഇഷ്ടമായിരുന്നു. പണക്കാരിയായ ഒരു സുന്ദരി. അതിനെ പോലും ചേട്ടൻ നിഷ്പ്രയാസം തള്ളിക്കളഞ്ഞു. അങ്ങനെയുള്ള എന്റെ ചേട്ടൻ ഒരു പെണ്ണിന്റെ പിറകെ അതൊരിക്കലുമില്ല. വന്ദനേച്ചിക്ക് ആള് തെറ്റിയതാ. അല്ല ഹരിതേ, ഞാൻ കണ്ടതാ. ചിലപ്പോ വന്ദനേച്ചി പറഞ്ഞത് ശരിയായിരിക്കാം. ബസ്സിൽ പോകുന്ന ഏതെങ്കിലും പെൺകുട്ടിയെ ആരെങ്കിലും ശല്യം ചെയ്തിരിക്കും. അവളത് ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടാവും. എന്ത് കാര്യത്തിലും നല്ലത് മാത്രം കണ്ട് സഹായിക്കുന്ന എന്റെ ഏട്ടൻ അവനെ കൈകാര്യം ചെയ്യാൻ ബസ്സിൽ കയറിയതായിരിക്കാം. അല്ലാതെ എന്റെ ഏട്ടന്റെ മനസ്സ് കീഴടക്കാൻ മാത്രമുള്ള ഒരു പെണ്ണ് ഈ മലയാളക്കരയിൽ ജനിച്ചു കാണില്ല. സോറി. എന്താ ഏട്ടാ? ആരാ പെണ്ണ്? ഏത് പെണ്ണ്? അല്ല, ഏട്ടൻ ബസ്സിൽ വെച്ച് കണ്ട പെണ്ണ്. അല്ല, ഏത് ബസ്? ഏത് പെണ്ണ്? ഇട്ട് മൂടാനാവാത്ത സ്വത്തും കാറും ബൈക്കും ഒക്കെ ഉള്ള വീട്ടിലെ പയ്യനാ നീ. എന്റെ ഏട്ടൻ ബസ്സിൽ കയറി ഒരു പെണ്ണിന്റെ പിറകെ നടക്കുമെന്ന് പറഞ്ഞ പറ ആരാ പെണ്ണ്? അങ്ങനെ ഒരു പെണ്ണേ ഇല്ല. അത് എന്നോടുള്ള അമർഷം കൊണ്ട് വന്ദന ഓരോന്ന് കിട്ടിച്ചമച്ച് പറയുക. അല്ല, എന്നെ മോശക്കാരനാക്കാൻ. പെണ്ണിന്റെ പുറകെ നടക്കുമെന്ന് എങ്ങാനും അച്ഛൻ അറിഞ്ഞാലുണ്ടല്ലോ, കൊല്ലാനും മടിക്കില്ല. അറിയാലോ? അച്ഛനാ? എന്താ? അല്ല, ഞാനിവിടെ ഉണ്ടെന്ന് അച്ഛൻ അറിയണ്ട. അറിഞ്ഞിട്ടാ അച്ഛൻ വിളിക്കുന്നെ. കള്ളം പറയാനൊന്നും എനിക്ക് വയ്യ. ഓ, ജീവിതത്തിൽ കള്ളം പറയാത്ത ഒരാള്. ഹലോ, ഞാൻ അവിടെ ഇല്ല. മക്കളെ, ജഗൻ അവിടെ ഉണ്ടോ? ഞാനില്ല. ഉണ്ടച്ചാ. എന്നാ ഫോൺ അവന്റെ കയ്യിലോട്ട് കൊടുത്തേ. അച്ഛാ. നിഷേധി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.